ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കരേട്ടയിൽ ഹെഡേഴ്സ് പാസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഹെഡേഴ്സ് പാസ് ചെയ്യാൻ വേണ്ടി കരേട്ടയിൽ ഹെഡേഴ്സ് എന്നൊരു കീവേഡും ഉണ്ട്, അതുപോലെ ഹെഡർ എന്ന കീവേഡും ഉണ്ട്. ഈ രണ്ട് കീവേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഡെമോയിൽ ഹെഡേഴ്സ് പാസ് ചെയ്യുന്നത് നോക്കും. ആദ്യമേ HTTP ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. HTTP headers contain metadata in key value pairs that are sent along with HTTP requests and responses. They can be used to define caching behavior, facilitate authentication and manage session state. HTTP headers എന്ന് പറയുന്ന ഒരു മെറ്റാഡേറ്റയാണ്. അതിൽ കീ വാല്യൂ പെയർസ് ആയിരിക്കും നമ്മൾ HTTP റിക്വസ്റ്റിൻ്റെ കൂടെ റെസ്പോൺസിൻ്റെ കൂടെ സെൻഡ് ചെയ്യുന്നത്. ഈ ഹെഡേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ക്യാഷിംഗ് ബിഹേവിയർ ഡിഫൈൻ ചെയ്യാനും ഒതൻറ്റിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും സെഷൻ സ്റ്റേറ്റ് മാനേജ് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ കരേട്ടയിൽ ഹെഡേഴ്സ് എങ്ങനെയാണ് ഗ്ലോബൽ ലെവലിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കോഡും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത കോഡ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും റീയൂസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ ഞാൻ ഗ്ലോബലി ഒരു സിംഗിൾ ഹെഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ കോഡ് ഓൾറെഡി karate-config.js എന്ന ഫയലിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ കോൺഫിഗറേഷൻ നമ്മൾ karate-config.js എന്ന ഫയലിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 25th ലൈന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് അൺകമൻറ്റ് ചെയ്യുവാണ്. ഗ്ലോബലി നമ്മൾ ഒരു ഹെഡർ സെറ്റ് ചെയ്യുമ്പോൾ അത് എൻ്റയർ പ്രൊജക്റ്റിലെ എല്ലാ ഫീച്ചർ ഫയലിലെ സെനേരിയസിനും ആപ്ലിക്കബിൾ ആയിട്ട് മാറും. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റിലെ എല്ലാ ഫീച്ചർ ഫയലിലെ സെനേരിയസിലും കോമൺ ആയിട്ട് ഹെഡേഴ്സ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു സിംഗിൾ ഹെഡറാണ് സെറ്റ് ചെയ്യുന്നത്. ഹെഡേഴ്സ് എന്നൊരു കീയിലേക്ക് ജേസണായ അക്സെപ്റ്റ് എന്നൊരു കീയും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് ആപ്ലിക്കേഷൻ /JS എന്നും കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ headers.feature എന്ന് പറഞ്ഞ ഫയൽ റൺ ചെയ്യുവാണ്. അതിനു മുമ്പ് ഈ ഫീച്ചർ ഫയലിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്, ഇതിനകത്ത് കുറച്ച് കോഡ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലെ എല്ലാ കോഡും ഞാനിപ്പം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചർ ഫയലിനകത്ത് രണ്ട് സെനേരിയോസ് ഉണ്ട്. ഒന്നൊരു പോസ്റ്റ് റിക്വസ്റ്റും ഒന്ന് ഗെറ്റ് റിക്വസ്റ്റും ആണ്. അപ്പോൾ നമ്മൾ ഗ്ലോബലി തന്നെ ഒരു സിംഗിൾ ഹെഡർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫീച്ചർ ഫയലിലെ എല്ലാ സെനേരിയോസിനും ആ ഹെഡർ അവൈലബിൾ ആയിട്ട് മാറും. അത് നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുമ്പോൾ ലോഗിനകത്ത് നിന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഫസ്റ്റ് റിക്വസ്റ്റിൻ്റെ ലോഗിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം അക്സെപ്റ്റ് എന്നൊരു ഹെഡർ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് ആപ്ലിക്കേഷൻ JS എന്നുള്ളത് പോയിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് സെക്കൻഡ് സെനേരിയോയും കൂടെ നോക്കാം. സെക്കൻഡ് സെനേരിയുടെ കേസിലും അത് പാസ്സായിട്ടുണ്ട്. ഇനി നമ്മൾ മൾട്ടിപ്പിൾ ഹെഡേഴ്സ് എങ്ങനെ പാസ് ചെയ്യുന്നു നോക്കാം. ഞാൻ 25th ലൈന് കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം 26th ലൈന് അൺകമൻറ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ ഹെഡേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടന്റ് ടൈപ്പ് എന്ന ഹെഡറിൻ്റെ കൂടെ ഞാൻ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് ടൈപ്പ് എന്ന ഹെഡർ കീക്ക് ഒരു ഹൈഫനുണ്ട്. അപ്പോൾ ആ കേസിൽ നമുക്ക് കോഡ്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ചില ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സിംഗിൾ കോഡ്സ് കണ്ടന്റ് ടൈപ്പ് എന്ന കീയിലൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. കരേട്ടയിലെ ഡോക്യുമെൻറ്റേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഫയൽ സേവ് ചെയ്ത ശേഷം headers.feature എന്ന ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ലോഗിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത രണ്ട് ഹെഡർ വാല്യൂം വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഹെഡർ, ഇതാണ് സെക്കൻഡ് ഹെഡർ. സെക്കൻഡ് ഹെഡറിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ ക്യാർസെറ്റ് എന്നുള്ള ഒരു വാല്യൂ നമ്മൾ ഈ ഹെഡറിനോട് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ബൈ ഡീഫോൾട്ട് കരേട്ടെ അത് ആഡ് ചെയ്യും. പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ കേസുകൾ നമ്മൾ പേലോഡ് പാസ് ചെയ്യുന്ന കേസിലാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഗെറ്റ് റിക്വസ്റ്റിൻ്റെ കേസിൽ അത് ആഡ് ആകുകയില്ല. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്താൽ കാണാൻ സാധിക്കും. ഇതാണ് സെക്കൻഡ് സെനേരിയോ. ഇതൊരു ഗെറ്റ് റിക്വസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ അത് വന്നിട്ടില്ല. അപ്പം
ഇങ്ങനെ ഒരു ക്യാർ സെറ്റ് വാല്യൂ അപ്പൻഡ് ചെയ്ത് വരും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ ഓഫ് കോഡ് ജസ്റ്റ് അൺകമൻറ്റ് ചെയ്യുക. ഇവിടെ karate.configure എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ക്യാർ സെറ്റിൻ്റെ വാല്യൂ നള്ളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഇനി ഫസ്റ്റ് സെനേരിയോയുടെ കേസിൽ ആ ക്യാർ സെറ്റിൻ്റെ വാല്യൂ കണ്ടന്റ് ടൈപ്പ് എന്ന കണ്ടന്റ് കൂടെ വരികയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇതാണ് ഫസ്റ്റ് സെനേരിയോ. പോസ്റ്റ് റിക്വസ്റ്റ് ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല. ഗെറ്റ് റിക്വസ്റ്റിനൂടെ ഓൾറെഡി തന്നെ അപ്പൻഡ് ചെയ്ത് വരുന്നില്ലായിരുന്നു. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ആ 2 ഹെഡേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലോബലി karate-config.js എന്ന ഫയൽ യൂസ് ചെയ്ത് ഹെഡേഴ്സ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഞാൻ കമൻറ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ കമൻറ്റ് ചെയ്തതിന് ശേഷം ഫീച്ചർ ഫയൽ ലെവലിൽ എങ്ങനെ ഹെഡേഴ്സ് സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹെഡേഴ്സ് ഫീച്ചർ ഫയൽ ലെവലിൽ പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ആദ്യമേ അൺകമൻറ്റ് ചെയ്യുവാണ്. ആദ്യമേ ഒരു സിംഗിൾ ഹെഡറാണ് പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 7th ലൈന് അൺകമൻറ്റ് ചെയ്യുവാണ്. ഇവിടെ ഹെഡറായ അക്സെപ്റ്റ് എന്നുള്ള ഈ പാസ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ആയിട്ട് ആപ്ലിക്കേഷൻ JSON എന്നുള്ളതാണ് പാസ് ചെയ്യുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഇത് ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലാണ് ഈ ഹെഡർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സെനേരിയോയ്ക്ക് അത് അവൈലബിൾ ആയിട്ട് മാറും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അക്സെപ്റ്റ് എന്നുള്ള ആ ഹെഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് സെനേരിയോയുടെ കേസിൽ. അതുപോലെ സെക്കൻഡ് സെനേരിയോയുടെ കേസിൽ അത് വന്നിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ ഹെഡർ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം. കോമ ഇട്ടിട്ട് മൾട്ടിപ്പിൾ ഈ വാല്യൂ പേഴ്സ് ആയിട്ട് പാസ് ചെയ്യാൻ സാധിക്കും. ഞാനിത് അൺകമൻറ്റ് ചെയ്യുന്നു. 7th ലൈൻ കമൻറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. അപ്പോൾ ഇവിടെയും ആപ്ലിക്കേഷൻ XMLൻ്റെ കൂടെ ആ ക്യാർ സെറ്റ് വരും. കണ്ടന്റ് ടൈപ്പ് എന്ന ഹെഡറിൻ്റെ കൂടെ. പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ കേസിലേ വരുള്ളൂ. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ കേസിൽ ക്യാർ സെറ്റ് എന്നുള്ള ആ വാല്യൂ വന്നിട്ടുണ്ട്. ഗെറ്റിൻ്റെ കേസിൽ അത് വരില്ല. അപ്പോൾ അത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്താൽ മതി. ഞാൻ ഈ ലൈൻ ഓഫ് കോഡ് അൺകമൻറ്റ് ചെയ്യുവാണ്. ക്യാർ സെറ്റ് നള്ളിലേക്ക് ഇൻസ്റ്റലൈസ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം, ആ കണ്ടന്റ് ടൈപ്പ് എന്ന ഹെഡറിൻ്റെ കൂടെ ആ ക്യാർ സെറ്റിൻ്റെ വാല്യൂ വന്നിട്ടില്ല. ആ 2 ഹെഡറും ഫസ്റ്റ് സെനേരിയോയുടെ കേസിൽ പാസ്സായിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സെനേരിയോയുടെ കേസിലും അത് പാസ്സായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെനേരിയോ ലെവലിൽ എങ്ങനെയാണ് ഹെഡർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഹെഡർ എന്നുള്ള ഈ കീവേഡ് ഞാൻ യൂസ് ചെയ്യുവാണ്. അത് ഞാൻ ഫീച്ചർ ഫയലിലെ ഓരോ സെനേരിയോസിനും ആഡ് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലും ഹെഡേഴ്സ് കൊടുത്തിട്ടില്ല. ഇവിടെ ഞാനത് കമൻറ്റ് ചെയ്യുവാണ്. അതുപോലെ config.js എന്ന ഗ്ലോബൽ ലെവലിലും നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പം ഓരോ സെനേരിയോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് സെയിം ഹെഡർ കൊടുത്തിരിക്കുവാണ്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ സെറ്റ് ചെയ്ത ഹെഡർ ഫസ്റ്റ് സെനേരിയോയുടെ കേസ് വന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സെനേരിയോയുടെ കേസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിലെ ഹെഡേഴ്സ് ഹെഡർ എന്ന കീവേഡ് യൂസ് ചെയ്തും ഹെഡേഴ്സ് എന്ന കീവേഡ് യൂസ് ചെയ്തും പാസ് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ ഹെഡറും മൾട്ടിപ്പിൾ ഹെഡേഴ്സും പാസ് ചെയ്യാൻ സാധിക്കും. ഗ്ലോബൽ ലെവലിൽ നമുക്ക് ഹെഡേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫീച്ചർ ലെവലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഗ്ലോബൽ ലെവലിൽ സെറ്റ് ചെയ്യുന്ന ഹെഡേഴ്സ് എൻ്റർ പ്രൊജക്റ്റിലെ എല്ലാ ഫീച്ചർ ഫയൽ സെനേരിയോസിനും അവൈലബിൾ ആയിട്ട് മാറും. അതുപോലെ ഫീച്ചർ ഫയലിലാണ്, ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലാണ് നിങ്ങൾ ഹെഡേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഫീച്ചർ ഫയലിലെ എല്ലാ സെനേരിയോസിനും അത് ആപ്ലിക്കബിൾ ആയിട്ട് മാറും. അതുപോലെ നിങ്ങൾക്ക് സെനേരിയോ ലെവലിലും നിങ്ങൾക്ക് ഹെഡേഴ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഹെഡേഴ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.